UKF എഞ്ചിനീയറിംഗ് കോളേജിലെ അധ്യാപകരും വിദ്യാർത്ഥികളും അനധ്യാപകരും ക്രിസ്മസ് ആഘോഷരാവിന്റെ ഭാഗമായി സമുദ്രതീരം സന്ദർശിക്കുകയും പ്രിയപ്പെട്ട അച്ഛനമ്മമാർക്ക് ആഘോഷരാവായി മാറ്റുകയും ചെയ്തു. ചെയർമാൻ റുവൽ സിംഗ് ഏവരെയും സമുദ്രതീരത്തേക്ക് സ്വാഗതം ചെയ്ത് സംസാരിച്ചു. സമുദ്രതീരം തുടങ്ങിയിട്ടുണ്ട് 5ാമത്തെ വർഷം തുടങ്ങിയാണ്. 48 സ്കൂളിലെ കുട്ടികളാണ് വന്നു പോയത്. ഇന്ന് രാവിലെയും ഒരു സ്കൂളിലെ കുട്ടികളുണ്ടായിരുന്നു. ക്രിസ്മസിൻ്റെ ആഘോഷത്തിന് 6ാമത്തെ സ്കൂളിലെ കുട്ടികളാണ് ഇവിടെ എത്തുന്നത്. ഈ സമുദ്രതീരം വയോജന കേന്ദ്രം തുടങ്ങിയതിന് പിന്നിലും ഒരു കഥയുണ്ട്. ഞങ്ങൾ ഈ വയോജന കേന്ദ്രത്തെ ഞങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നില്ല. എന്നാൽ അതില്ലാതെ ജീവിക്കാൻ കഴിയാത്തൊരു സാഹചര്യത്തിലാണ്, ഒരു സമൂഹത്തിലാണ് നമ്മളിന്ന് കഴിഞ്ഞു പോകുന്നത്. ഇവിടെ താമസിക്കുന്ന ഓരോ അച്ഛന്മാരും അമ്മമാരും നമ്മളൊക്കെ സന്തോഷത്തോടെ കഴിഞ്ഞിരുന്ന കുടുംബത്തിലെ അംഗമാണ്. എന്തുകൊണ്ടാണ് ഇവിടെ എത്തിപ്പെട്ടതെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ് നിങ്ങളെ ഞങ്ങൾ ക്ഷണിച്ചത്. വെറുതെ ക്ഷണിച്ച് തിരികെ ഈ കോമ്പൗണ്ടിൽ വെളിയിലേക്ക് പോകാമെന്ന് നിങ്ങളാരും വിചാരിക്കുകയും വേണ്ട. നിങ്ങളെല്ലാവരും ഒരു വാക്ക് ഞങ്ങൾക്ക് തരണം. നിങ്ങൾ അച്ഛനെയും അമ്മയും ഇത്തരം സ്ഥാപനങ്ങളിൽ കൊണ്ട് ഉപേക്ഷിക്കില്ല എന്ന് നിങ്ങൾ കൂടി പറയണം. എങ്കിലേ ഞങ്ങൾക്ക് സമാധാനവും സന്തോഷവും ഉണ്ടാവൂ. കേരളത്തിൽ എന്നാൽ ലക്ഷക്കണക്കിന് ഇതുപോലുള്ള ആളുകൾ താമസിക്കുന്ന ഇടങ്ങളുണ്ട്. അവിടെയെല്ലാം പല സ്ഥാപനങ്ങളിലും ഇത്തരം സ്ഥാപനങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിലുള്ള സമീപനവും ഉണ്ട്. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് ഈ കാണുന്നത് എൻ്റെ വീടാണ്. എൻ്റെ അമ്മയും തൊട്ട് പിറകിൽ ഇരിപ്പുണ്ട്. എൻ്റെ ഭാര്യയുണ്ട്, 2 മക്കളുണ്ട്. അപ്പോഴാണ് സർക്കാരിൻ്റെ പുതിയ നിയമം വന്നിരിക്കുന്നത്, ഇവർ ഒരുമിച്ച് താമസിക്കണ്ട എന്ന്. സ്ത്രീകളും പുരുഷന്മാരും 2 ആക്കി മാറ്റണമെന്ന ഒരു നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്നവർക്ക് ഒരു ബഹുനില മന്ദിരം ഞങ്ങൾ പണിഞ്ഞുകൊണ്ടിരിക്കുക. അത് തൊട്ടടുത്തായിട്ട് ഒരു 3.5 കോടി രൂപ മുടക്കി അതിൻ്റെ അവസാന പണികൾ പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. 100 പേർക്ക് കിടക്കാൻ കഴിയുന്ന തരത്തിലുള്ള പ്രവർത്തനമാണ് അവിടെ കാഴ്ചവെക്കാൻ പോകുന്നത്. അതിൽ നിങ്ങളെയും സഹായങ്ങൾ ഞങ്ങൾക്ക് ആവശ്യമാണ്. ഞങ്ങളൊരു 3 വേദിയാണ് ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നത്. ഓഡിറ്റോറിയം ഏതാണ്ട് 3 വേദിയായി മാറാൻ പോകുകയാണ്. ഇന്നലെ ഇവിടെ വലിയൊരു സാംസ്കാരിക സമ്മേളനത്തിൻ്റെ തുടക്കം ഞങ്ങൾ കുറിച്ചിരിക്കുകയാണ്. കലാഭവൻ സഹോദരൻ കൂടിയായ RLB രാമകൃഷ്ണനാണ് അതിൻ്റെ സമ്മേളനത്തിൻ്റെ ഉദ്ഘാടനവും ചെയ്തത്. ഒരു സാംസ്കാരിക കേന്ദ്രമെന്ന് ഉദ്ദേശിക്കുന്നത് ഇവിടുത്തെ അച്ഛന്മാരും അമ്മമാർക്കും വേണ്ടുന്ന കലാവിരുന്നുകൾ സംഘടിപ്പിക്കുവാൻ കേരളത്തിലെ എല്ലാ കോളേജുകളിലെയും വിദ്യാലയങ്ങളെയും കുട്ടികളെയും പങ്കെടുപ്പിച്ചുകൊണ്ട് 100 കണക്കിന് ആളുകൾ ഓരോ ദിവസവും വന്നു പോകുന്ന തരത്തിലുള്ള പ്രവർത്തനമാണ് ഞങ്ങൾ കാഴ്ചവെക്കാൻ പോകുന്നത്. നിങ്ങളടുത്തിരിക്കുന്ന ആളുകളെല്ലാം നല്ലോണം പാട്ട് പാടുന്ന ആളുകളാണ്. 99 വയസ്സുള്ള അച്ഛൻ എന്താ പുറകിരിപ്പോണം. തൊട്ട് പുറകിരിക്കുന്ന അച്ഛൻ 99 വയസ്സാണ്. അതിൻ്റെ മുന്നിലിരിക്കുന്ന അച്ഛൻ ഏതാണ്ട് 92 വയസ്സാണ്. നിങ്ങൾ അത്രയൊന്നും പോകത്തില്ല. എന്തുകൊണ്ടാണ് അവരെ 90, 99, 92 വയസ്സായി ജീവിച്ചിരിക്കുന്നത് നമ്മൾ മനസ്സിലാക്കുക. 99 വയസ്സുകാരൻ ഏക്കർ കണക്കിന് പുരയിടങ്ങൾ കിളച്ചു മറിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ ആരോഗ്യം നിലനിൽക്കുന്നത്. നിങ്ങളെന്താ ചെയ്യുന്നത്? കടയിൽ പോയി ഷവർമ മേടിച്ച് കഴിക്കും അല്ലേ? അതല്ലേ ചെയ്യുന്നത്. നിങ്ങളെ കുഞ്ഞുനാളിൽ പഠിപ്പിച്ച പാഠഭാഗങ്ങൾ പോലും മറന്നിട്ടാണ് നിങ്ങൾ വിദ്യാഭ്യാസം കഴിഞ്ഞ് കഴിയുമ്പോൾ നിങ്ങൾ പറക്കുക. എങ്ങോട്ടാ? ഈ ഇന്ത്യ വിട്ട്. നിങ്ങൾ പഠിപ്പിച്ച് വിദ്യാഭ്യാസം തന്ന സർക്കാരിനെ പോലും അല്ലെങ്കിൽ ഇവിടുത്തെ അധ്യാപകരെ പോലും മറന്നുകൊണ്ട് നിങ്ങൾക്ക് നാടിന് വേണ്ടി അല്ലെങ്കിൽ രാജ്യത്തിന് വേണ്ടി ചെയ്യേണ്ട തൊഴിൽ മറ്റ് രാജ്യങ്ങൾക്ക് വേണ്ടി ചെയ്തു കൊടുക്കുക. അപ്പോൾ നിങ്ങൾ അച്ഛനമ്മയെ മറന്നു പോവുക. അതാണോ വേണ്ടതെന്ന് നിങ്ങൾ തീരുമാനിക്കണം. നിങ്ങൾ അന്യനാട്ടിലേക്ക് പോകുമ്പോൾ നിങ്ങൾ അച്ഛനും അമ്മയും നിങ്ങൾ കഷ്ടപ്പെട്ട് വളർത്തി വലുതാക്കിയ
വേദനകൾ കൊണ്ട് പുളഞ്ഞ് ഒട്ടനവധി സമയങ്ങൾ അവർക്ക് ചെലവഴിപ്പിച്ച് നിങ്ങളെ വളർത്തി വലുതാക്കുക, നിങ്ങളെ അച്ഛനെയും അമ്മയും നിങ്ങൾ മറന്നുകൊണ്ട് പോകുന്ന ഒരു സമൂഹമായി മാറാൻ നിങ്ങൾ ശ്രമിക്കരുത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ എത്തിപ്പെട്ട 36 പേര്. ഏതാണ്ട് 4 വർഷത്തിനിടയിൽ ഞാൻ 37 പേരെ അവരെ വീടുകളിൽ എത്തിച്ചു. ചില നിയമ പോരാട്ടങ്ങൾ നടത്തി, ചില മക്കളെയും ബന്ധുക്കളെയും കേസുകളെടുത്തു. ഒട്ടനവധി പോരാട്ടങ്ങൾ ഇനിയും നടത്തേണ്ടതായിട്ടുണ്ട്. സമുദ്ര ഇതിനെ പ്രോത്സാഹിപ്പിക്കാൻ ഒരിക്കലും ശ്രമിക്കുകയില്ല. തുടർന്ന് വേദിയിൽ വൈസ് പ്രിൻസിപ്പൽ അനീഷ്, PTA രക്ഷാധികാരി സുന്ദരേശൻ തുടങ്ങിയവർ സംസാരിച്ചു. ഇന്നിവിടെ ഇരിക്കുന്ന ഓരോ വിദ്യാർത്ഥിനികളും അവരുടെ മനസ്സിൽ കുറിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ, നമ്മുടെ അച്ഛനമ്മമാരെ ഒരിക്കലും ഇങ്ങനൊരു സ്ഥാപനത്തിലേക്ക് പറഞ്ഞു വിടാൻ അല്ലെങ്കിൽ പോകേണ്ട ഒരവസ്ഥ ഒരിക്കലും ഉണ്ടാകില്ല എന്ന് മനസ്സിൽ കൈവച്ചുകൊണ്ട് നിങ്ങൾ ഓരോരുത്തരും പറയണം. അതുപോലെ തന്നെ ഇവിടെ ഇരിക്കുന്ന ഓരോ അച്ഛനമ്മമാർക്കും അവരുടെ മക്കളിൽ നിന്നോ അല്ലെങ്കിൽ അവരുടെ ബന്ധുക്കളിൽ നിന്നോ കിട്ടേണ്ട ഒരു സ്നേഹവും ഒരു ലാളനയും തീർച്ചയായിട്ടും ഉണ്ട്. നമുക്ക് കഴിയുന്നത്രയും അവരെ സന്തോഷിപ്പിക്കാനും അവരോടൊത്ത് സമയം പങ്കിടാനും നമ്മൾ ഈ അവസരം ഉപയോഗിക്കണം. ഇവിടെ ഇരിക്കുന്നവർ മാത്രമല്ല, നമ്മുടെ കോളേജ് ചെന്ന് കഴിഞ്ഞാൽ മറ്റുള്ള കുട്ടികളെയും കൂടെ തീർച്ചയായിട്ടും അതിലേക്ക് പ്രോത്സാഹിപ്പിക്കണം. കാരണം നാളെ ഇനി ഇതുപോലുള്ള സ്ഥാപനങ്ങൾ ഒരുപാട് ഉണ്ടാവാതിരിക്കാൻ ഏറ്റവും കൂടുതൽ പ്രയത്നിക്കേണ്ട ആളുകൾ നമ്മൾ തന്നെയാണ്. അതിനകത്ത് യാതൊരു സംശയവുമില്ല. പഠനം കഴിഞ്ഞ് വിദേശത്ത് പോകുമ്പോഴും അല്ലെങ്കിൽ ജോലിക്ക് ദൂരസ്ഥലങ്ങളിൽ മാറി താമസിക്കുമ്പോഴും അല്ലെങ്കിൽ വിവാഹം കഴിഞ്ഞ് മാറി താമസിക്കുമ്പോഴും ഒക്കെ വരുന്ന ഏറ്റവും വലിയ ബുദ്ധിമുട്ടെന്ന് പറയുന്നത് പ്രായമായിട്ടുള്ള അച്ഛനമ്മമാരെ എന്ത് ചെയ്യുമെന്നുള്ള ചോദ്യമാണ് എല്ലാവരുടെയും മുന്നിലുള്ളത്. അതിനുള്ള ഇത് ഏറ്റവും എളുപ്പ വഴിയാണ് ഇങ്ങനെയുള്ള വൃദ്ധസദനങ്ങൾ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ആതുരാലയങ്ങളെന്ന് പറയുന്നത്. ഒരിക്കലും നമ്മളതിനെ പ്രോത്സാഹിപ്പിക്കരുത്. നമ്മളതിനെ തീർച്ചയായിട്ടും നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സിൽ നമ്മുടെ അച്ഛനമ്മമാരെ ഒരു ഉയർന്ന സ്ഥാനത്ത് ഇരുത്തി അവരുടെ പ്രായം ആകുന്ന സമയം അവർക്ക് എൻജോയ് ചെയ്യാനും അവരോടൊപ്പം ചെലവിടാനുമുള്ള അവസരം നമ്മൾ ഉണ്ടാക്കണമെന്ന് നിങ്ങളോട് ഓരോരുത്തരോടും റിക്വസ്റ്റ് ചെയ്യുകയാണ്. ഇത്തരം വൃദ്ധസദനങ്ങൾ ഉണ്ടാവരുത് എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. പക്ഷേ ഇന്ന് നാം കാണുമ്പോൾ നമ്മുടെ ചില ജില്ലകളിൽ പലപ്പോഴും ഫേസ്ബുക്കിലും വാട്സപ്പിലുമൊക്കെ കളിയാക്കുന്ന രൂപത്തിലെങ്കിലും നമ്മൾ കാണുന്നത്, അച്ഛനോ അമ്മയോ മരിച്ചാൽ വിദേശത്തായിരിക്കുന്ന മക്കൾ അത് കാണുന്നതിന് വേണ്ടി അല്ലെങ്കിൽ അവരുടെ ശവദാഹം നടത്തുന്ന സന്ദർഭത്തിൽ കൂലിക്ക് ആളിനെ വിട്ട് കരയിപ്പിച്ച് അവരുടെ ഫോട്ടോ എടുത്ത് വിദേശത്തിരുന്ന് കാണുന്ന ഒരു സ്ഥിതിയിലേക്ക് കാലം മാറിക്കൊണ്ടിരിക്കുന്നു. ഈ സന്ദർഭത്തിൽ ഇന്നിവിടെ എത്തിയിരിക്കുന്ന NSSൻ്റെ ക്യാമ്പിൽ പങ്കെടുത്തിരിക്കുന്ന കുട്ടികൾ, NSSൻ്റെ ക്യാമ്പ് എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ ഭയങ്കര സഹവാസ ക്യാമ്പാണ്. ഒരു വീട്ടിൽ ഒറ്റയ്ക്ക് ഒരു കട്ടിൽ ഒരു മുറിയിൽ കഴിയുന്ന അവർ ഒരു ബെഞ്ചിൽ അല്ലെങ്കിൽ 2 ബെഞ്ചിൽ അപ്പുറവും ഇപ്പുറവും ചേർന്ന് ഒരുമിച്ച് ആഹാരം പാചകം ചെയ്ത് ഒരുമിച്ച് കഴിക്കുമ്പോൾ അവരുടെ മനസ്സിലുണ്ടാകേണ്ട ഒരു ചിന്തയുണ്ട്. ഇത്തരം കേന്ദ്രങ്ങൾ ഇന്ന് നമ്മുടെ സമൂഹത്തിലുണ്ട്, നമ്മുടെ നാട്ടിലുണ്ട്. നാളെ എനിക്കാവാം ഈ ഗതി, എൻ്റെ അച്ഛനാവാം, അല്ലെങ്കിൽ എൻ്റെ അമ്മയ്ക്കാവാം, എൻ്റെ സഹോദരങ്ങൾക്കാവാം, എൻ്റെ ബന്ധുക്കൾക്കാവും, എൻ്റെ സുഹൃത്തുക്കൾ ആരുടെയെങ്കിലും അമ്മമാർക്കും അച്ഛനും ഗതി ഉണ്ടാവും. അങ്ങനെ ഈ രീതിയിലാവാതിരിക്കണമെങ്കിൽ ഇന്ന് നശിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യത്വം എന്ന് പറയുന്നത്, ആ മനുഷ്യത്വം നശിച്ചു പോകാതിരിക്കാൻ മനുഷ്യത്വത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും പ്രതീകങ്ങളായി മാറുവാൻ ഒരാൾക്ക് കഴിഞ്ഞാൽ സമൂഹത്തിൽ ഒരു കുടുംബമെങ്കിലും നന്നാവും. അധ്യാപകരായ രാഹുൽ R, ജസ്വി, അനന്തു, അഭിരാമി, ജിത്തു, കിരൺ, അഭയ്, അജയ് ദേവ്, ഹോസ്റ്റൽ വാർഡനായ സരോജം തുടങ്ങിയവരുടെ ഉൾപ്പെട്ട സംഘമാണ് സന്ദർശനം നടത്തിയത്. തുടർന്ന് വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ സംഗീത നൃത്ത പരിപാടികൾ അരങ്ങേറി. പഴം നീയപ്പാ ஞானப்பழம் നീയപ്പാ തമിഴ് ஞானப்பழം നീയപ്പാ പഴം നീയപ്പാ ஞானப்பழം നീയപ്പാ തമിഴ് ஞானப்பழം നീയപ്പാ ചെമ്പകക്കൊമ്പിൽ കിങ്ങിണി പ്രാവിൻ പാട്ടും കേട്ടുറങ്ങ് മെല്ലെ മെല്ലെ കണ്ണുകൾ ചെമ്മി സ്വപ്നം കണ്ടുറങ്ങ് മുറ്റത്തൊരു തൂമലരായി നാളെ നീ ഉണരാൻ ഇന്നെൻ നെഞ്ചിൻ ഇത്തിരി ചൂടിൽ നിന്നെ ഞാൻ ഉറക്കാം മനത്തിളവാർ മതിയായി വാവോ എൻ മകളെ
ഒരു വിദ്യാർത്ഥി അമ്മമാർക്കിടയിൽ നിന്നും ഒരമ്മയെ തിരഞ്ഞെടുത്തു സർപ്രൈസായി ആ അമ്മയുടെ ചിത്രവും വരച്ചു നൽകി. ഒരുപക്ഷെ ആ അമ്മയ്ക്ക് തന്റെ ജീവിതത്തിൽ കിട്ടിയ ഏറ്റവും മഹത്തരമായ ക്രിസ്മസ് സമ്മാനമായിരിക്കാം ആ മകൻ അമ്മയ്ക്കായി സമർപ്പിച്ച ഈ ചിത്രം. തങ്ങളെ കാണാനെത്തിയ പ്രിയ കുഞ്ഞുമക്കൾക്കും അധ്യാപകർക്കുമായി മനോഹരമായ ഗാനങ്ങളും നൃത്തങ്ങളും അച്ഛനമ്മമാർ വേദിയിൽ അവതരിപ്പിച്ചു. അഭയമരുളൂ ക്രൂശിൽ പിടഞ്ഞ വേളയിൽ നാദൻ ചൊരിഞ്ഞ ചോരയിൽ ക്രൂശിൽ പിടഞ്ഞ വേളയിൽ നാദൻ ചൊരിഞ്ഞ ചോരയിൽ കലികാലമായിതാ ശരണാദ്രനായി ഞാൻ. കണ്ണിമങ്ങ പ്രായത്തിൽ നിന്നെ ഞാൻ കണ്ടപ്പോ മാമ്പഴമാകട്ടേറെ എൻ്റെ പുന്നാരെ മാമ്പഴമാകട്ടേറെ ഇന്നലെ നീട്ടെ പച്ചത്തൂരിലാറെ ആരുടെ കാച്ചാണേടി എൻ്റെ മുന്നാരെ ആരുടെ കാച്ചാടാടി. ആഘോഷത്തിന്റെ അവസാന വേളയിൽ വിദ്യാർത്ഥികൾ ഇവിടുന്ന് നേടിയെടുത്ത അനുഭവ പാഠങ്ങൾ ഈ കൂട്ടായ്മയിൽ പങ്കുവയ്ക്കുകയും ഇവിടെ എത്തിച്ചേർന്ന ഓരോരുത്തരുടെയും പേരിൽ ക്രിസ്മസ് ആശംസകളും നൽകി ഇവിടെ ചിലവിട്ട മനോഹര ഓർമ്മകളുമായി മടങ്ങി. ഫസ്റ്റ് നമ്മൾ ഇവിടെ സെലിബ്രേറ്റ് ചെയ്യണം ക്രിസ്മസ് എന്നൊക്കെ വിചാരിച്ചപ്പോൾ ഇത്രയും വൈബായിരിക്കും എന്ന് വിചാരിച്ചില്ല. അത്രയും നമ്മളും ഇവരും ഒരുപാട് എൻജോയ് ചെയ്തു. നമ്മളെ ക്യാമ്പില് ഇത്രയും നല്ല മനോഹരമായിട്ടുള്ള ദിവസം ഈ ഈവനിങ് ആണ്. അത് നിങ്ങളോടൊപ്പം എൻജോയ് ചെയ്തതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഇവിടെ നിന്ന് പോയാലും നമ്മളെ കൊണ്ട് പറ്റുന്നിടത്തോളം നമ്മൾ ഇവിടെ വരാൻ ശ്രമിക്കും.